ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ആദ്യമേ ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ അവസാനം വരെ കാണുക. എന്നാൽ മാത്രമേ യതി എന്ന വിചിത്ര ജീവി നമ്മുടെ മനസ്സിൽ വീണ്ടും നിഗൂഢതകൾക്ക് വഴിതെളിക്കുകയുള്ളൂ. നമ്മുടെ ഭൂമിയിൽ ഓരോ വർഷവും പല പല ജീവികളും വംശനാശം സംഭവിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ ജീവികൾ ഉണ്ടാകുന്നുമുണ്ട്. ഇവയൊന്നും യഥാക്രമം നമ്മുടെ ശാസ്ത്രലോകത്തിന് കണ്ടെത്തി രേഖപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ കഴിയാത്ത ഒരു വിചിത്ര ജീവിയാണോ യതി? 2019 ഏപ്രിൽ 9 നേപ്പാൾ ടിബറ്റ് ബോർഡറിനടുത്തുള്ള ഉയരമേറിയ പർവ്വതനിരകളുടെ മകാലു ബേസ് ക്യാമ്പിനടുത്തായി ഇന്ത്യൻ ആർമിയുടെ പർവ്വതാരോഹണ സംഘം അസാമാന്യ വലിപ്പമുള്ള കാൽപ്പാടുകൾ കാണുന്നു. ഏകദേശം 32 ഇഞ്ച് നീളവും 15 ഇഞ്ച് വീതിയുമുള്ള ആ കാൽപാദത്തിൻ്റെ ചിത്രം അവർ ഇന്ത്യൻ ആർമിയുടെ ഔദ്യോഗിക ട്വിറ്റർ പേജിൽ പോസ്റ്റ് ചെയ്തു. ഹിമാലയത്തിലെ നേപ്പാൾ ടിബറ്റ് മേഖലകളിൽ വസിക്കുന്ന ഗ്രാമീണർ മനുഷ്യരും മൃഗവുമല്ലാത്ത ശരീരമാസകലം രോമക്കെട്ടുള്ള എന്നാൽ 2 കാലിൽ നടക്കുന്ന യതി എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിചിത്ര ജീവി ഹിമാലയ പർവ്വതനിരകളുടെ ഉയരമേറിയ പ്രദേശങ്ങളിൽ വസിക്കുന്നതായി അവർ വിശ്വസിച്ചിരുന്നു. അവർ പറയുന്ന ആ യതിയുടെ കാൽപ്പാടുകളുടെ അടയാളമാണോ എന്നൊരു സംശയം കൂടി ഇന്ത്യൻ ആർമി പോസ്റ്റ് ചെയ്ത ആ ട്വീറ്റിലുണ്ടായിരുന്നു. അതോടെ നൂറ്റാണ്ടുകൾക്ക് മുതൽക്കേ ലോകം ചർച്ച ചെയ്തിരുന്ന യതി എന്ന വിചിത്ര ജീവിയുടെ അല്ലെങ്കിൽ വിചിത്ര ഹിമ മനുഷ്യനെക്കുറിച്ച് വീണ്ടും ചർച്ചയായി. ഇത് ശരിക്കും നിഗൂഢതയുള്ള വിചിത്രമായ മൃഗമാണോ, അതോ ഹിമപ്രദേശത്ത് വസിക്കുന്ന മറ്റേതെങ്കിലും ഐഡൻറ്റിറ്റി ചെയ്യപ്പെടാത്ത മൃഗമാണോ? ഈ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായൊരു ഉത്തരം നൽകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ യതി എന്ന് കരുതപ്പെടുന്ന ജീവിയുടെ തലയോട്ടിയും കൈവിരലുകളും അടക്കം നിരവധി തെളിവുകളുമുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ പർവ്വതാരോഹകർ കണ്ട യതി എന്ന വിചിത്ര ജീവിയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂ, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ടിബറ്റൻ നേപ്പാൾ ബുദ്ധമതസ്ഥരുടെ വിശ്വാസത്തിൻ്റെയും നാടോടിക്കഥകളുടെയും ഭാഗമായിരുന്നു യതി എന്ന വിചിത്ര ജീവി. എന്നാൽ ആ വിചിത്ര ജീവി ഒരു കെട്ടുകഥയല്ലെന്നും യതി എന്ന ആ ജീവി ഹിമാലയൻ പർവ്വതങ്ങളുടെ ഉയരമേറിയ പ്രദേശങ്ങളിൽ ഇപ്പോഴും ജീവനോടെ വസിക്കുന്നു എന്ന തരത്തിലേക്ക് ചർച്ചയായത് 1951 അന്ന് ബ്രിട്ടീഷ് പർവ്വതാരോഹകനായ എറിക് ഷിഫ്റ്റനും അദ്ദേഹത്തോടൊപ്പം സർജൻ മൈക്കൽ വാർഡും എവറസ്റ്റ് കൊടുമുടി കയറാനുള്ള ബദൽ മാർഗം തേടുകയായിരുന്നു. ആ സമയത്ത് നേപ്പാൾ ഭാഗത്തുള്ള മല്ലുങ് ഗ്ലീഷ്യർ എന്ന് പറയുന്ന മഞ്ഞുപാളികൾക്കിടയിൽ അസാമാന്യ വലിപ്പമുള്ള കാൽപ്പാടുകൾ അവർ കണ്ടെത്തി. അവയ്ക്ക് മനുഷ്യപാദങ്ങളോട് ഏകദേശം സാമ്യമുണ്ടായിരുന്നുവെങ്കിലും ആ കാൽപ്പാടുകളുടെ വലിപ്പം വളരെ വലുതായിരുന്നു. ആ കാൽപ്പാട് അളക്കുവാനുള്ള മെഷർമെൻറ്റ് അവരുടെ പക്കൽ ഇല്ലാതിരുന്നതിനാൽ മഞ്ഞിലൂടെ നടക്കാൻ ഉപയോഗിക്കുന്ന കൈപ്പിക്കാസ് ആ കാൽപ്പാടുകളുടെ അരികിൽ വച്ച് ഈ കാണുന്ന ഫോട്ടോസുകൾ എടുത്തു. ലോകമെമ്പാടുമുള്ള പത്രമാധ്യമങ്ങളിലും മാഗസീനുകളിലും ഈ ഫോട്ടോസുകൾ പ്രസിദ്ധീകരിച്ചു വന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ ഇതിൽ ആകൃഷ്ടരായി. യതി യഥാർത്ഥമാണെന്നതിൻ്റെ ശക്തമായ തെളിവായി ഇത് കാണപ്പെട്ടു. ഈ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചതിനു ശേഷം ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ യതിയെ തേടി ഹിമാലയൻ പർവ്വതനിരകളിലേക്ക് വന്നു. 1951 യതിയുടെ കാൽപ്പാടുകളുടെ ഈ ചിത്രങ്ങൾ പകർത്തുന്നതും പുറം ലോകം അത് കാണുന്നതും. എന്നാൽ അതിനു മുന്നേ തന്നെ യതി എന്ന ജീവിയെ കണ്ടു എന്ന് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 1832 ബ്രിട്ടീഷ് പ്രകൃതിശാസ്ത്രജ്ഞനായ ബ്രയാൻ ഹോഡ്സൺ ജേണൽ ഓഫ് ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന തൻ്റെ ലേഖനത്തിൽ കറുത്ത നീളമുള്ള ഭീമാകാരമായ മനുഷ്യേതര ജീവിയെ താൻ കണ്ടതായി പരാമർശിക്കുന്നു. തല മുതൽ കാൽ വരെ നിറയെ രോമങ്ങൾ, 2 കാലിൽ നടക്കുന്നതും തിരിഞ്ഞു നോക്കാൻ കഴിയാത്തതുമായ ആ വലിയ ജീവി അദ്ദേഹത്തെ കണ്ടതും ഓടിപ്പോയി എന്ന് അദ്ദേഹം എഴുതിയിരുന്നു. യതിയെ കണ്ടതായി പലരും അവകാശപ്പെടുന്നുണ്ട്. യതിയെ കണ്ടവരായി അവകാശപ്പെടുന്നവരുടെ വിവരണങ്ങളിൽ ചില പൊതു സവിശേഷതകളുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ ഇതൊരു വലിയ കുരങ്ങിനെ പോലുള്ളൊരു ജീവിയാണ്. എന്നാൽ കുരങ്ങല്ല, 2 കാലിൽ നിവർന്ന് നടക്കുന്നു. മനുഷ്യരെക്കാൾ വളരെ വലുതാണ്. 2 ശക്തമായ കൈകളും ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ചെമ്പിച്ച നിറമുള്ള രോമങ്ങളുള്ള ഒരു ജീവി. യതിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഭൂട്ടാനീസ് ആൾക്കാർ പറയുന്നത് യതികൾ ഒറ്റയ്ക്കോ ജോഡിയായോ ആണ് സാധാരണയായി കാണപ്പെടുന്നത് എന്നാണ്. അപൂർവമായി മാത്രം കൂട്ടമായി കാണപ്പെടാറുണ്ട്. ചിലപ്പോൾ അവ വിചിത്രമായ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. യതിയെ കാണുന്നത് മോശം ദുശകുനമായിട്ടാണ് ടിബറ്റ് ഭൂട്ടാനീസ് ആൾക്കാരുടെ വിശ്വാസം. അറിയപ്പെടുന്ന കഥകളനുസരിച്ച് ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ടിബറ്റ് എന്നിവിടങ്ങളിലെ ഹിമാലയങ്ങളുടെ പർവ്വത പ്രദേശങ്ങളിലാണ് യതി സാധാരണയായി കാണുന്നത്. പ്രത്യേകിച്ചും നേപ്പാളിലും ടിബറ്റിലും
ഉയർന്ന മഞ്ഞുവീഴ്ചയുള്ള ഹിമപ്രദേശങ്ങളിലായിട്ടാണ് ഇത് താമസിക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു സംഭവം എന്തെന്ന് വെച്ചാൽ 800 വർഷം പഴക്കമുള്ള പുരാതന ഐതിഹ്യങ്ങളിൽ പോലും യതിയെക്കുറിച്ച് പരാമർശിക്കുന്നത് കാണാം എന്നുള്ളതാണ്. ടിബറ്റൻ വംശീയ വിഭാഗമായ ഷെർപ്പാസിൻ്റെ നാടോടി കഥകളിൽ പോലും യതിയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. യതി എന്ന വാക്ക് പോലും ടിബറ്റ് ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. 12ാം നൂറ്റാണ്ടിലെ ടിബറ്റൻ മതഗ്രന്ഥമായ മണികുംഭം എന്ന ഗ്രന്ഥത്തിൽ മനുഷ്യനും യതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നു. യതിയെക്കുറിച്ചുള്ള കഥകൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട്. ഹിമാലയത്തിലെ ചില മതസമൂഹങ്ങൾ യതി എന്ന ഈ ഹിമാനിയെ ആരാധിച്ചിരുന്നു. 1978 ഹിമാലയത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നിരവധി പണ്ഡിതന്മാർ സംയുക്തമായി ഹിമാലയൻ നരവംശശാസ്ത്രം എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തകത്തിൽ ടിബറ്റൻ മതപരവും മാന്ത്രികവുമായ ആചാരങ്ങളിൽ യതിയുടെ ശരീരഭാഗങ്ങൾ ഉപയോഗിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1889 ബ്രിട്ടീഷ് ആർമി ഫിസിഷ്യൻ മേജർ LA വാഡിൽ ഹിമാലയൻ സാനുക്കളിൽ മൃഗങ്ങളെ വേട്ടയാടാൻ പോയപ്പോൾ അസാമാന്യ വലിപ്പമുള്ള കാൽപ്പാടുകൾ അദ്ദേഹം കണ്ടു. ഈ കാൽപ്പാടുകൾ പർവ്വത മുകളിലേക്ക് നീണ്ടു പോകുന്നതായിരുന്നു. അതുപോലെ 1921 എവറസ്റ്റിലേക്കുള്ള ഒരു പര്യവേഷണ സംഘത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ചാൾസ് ഹൊവാർഡ് ബെറിയും സംഘവും ഇംഗ്ലീഷ് പത്രമായ ദ സ്റ്റേറ്റ്മാൻ പത്രപ്രവർത്തകരോട് ചില വലിയ കാൽപ്പാടുകൾ കണ്ടതായി പറഞ്ഞു. അത് സ്നോമാൻ എന്ന അർത്ഥം വരുന്ന മെറ്റോകാങ്മിയുടെ കാൽപ്പാടുകളാണെന്നാണ് അന്നത്തെ പ്രാദേശിക ഗൈഡുകൾ പറഞ്ഞിരുന്നത്. 1937 ആയപ്പോഴേക്കും യതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കണ്ടെത്തലുകൾ പതിവായി. പര്യവേഷകനായ HW തുൽവാൻ ഹിമാലയത്തിലെ സെമു ഗ്ലേഷ്യറിൽ യതിയുടെ കാൽപ്പാടുകൾ കണ്ടു. അതേ വർഷം തന്നെ ബ്രിട്ടീഷ് ആർമി ഓഫീസർ ജോൺ ഹണ്ട് യതിയുടെ കാൽപ്പാടുകൾ കണ്ടിരുന്നു. 1937 മാത്രം 7 പര്യവേഷക സംഘങ്ങൾ യതിയുടെ കാൽപ്പാടുകൾ കണ്ടിരുന്നു. അതിൽ 2 പര്യവേഷക സംഘങ്ങൾ യതിയെ നേരിൽ കണ്ടതായി അവകാശപ്പെട്ടു. പ്രാദേശിക വേട്ടക്കാരും ഗൈഡുകളും ഷെർപ്പകളും അവരുടെ റിപ്പോർട്ടിൽ ഒരു ടിബറ്റൻ ആശ്രമത്തിൽ യതിയുടെ കൈകളും തലയോട്ടിയും ഉണ്ടെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ഇത് വിദേശിയരിൽ ആകാംക്ഷയും താൽപ്പര്യവും ജനിപ്പിച്ചു. 1951 എറിക് ഷെപ്റ്റൻ എടുത്ത യതിയുടെ കാൽപ്പാടുകളുടെ ഈ ചിത്രങ്ങൾ ലോകമാധ്യമങ്ങളിലൂടെ വൈറലായതോടെ യതി വീണ്ടും ലോകമെമ്പാടുമുള്ള ഒരു ജനപ്രിയ വിഷയമായി മാറുകയും ചെയ്തു. 1953 ബ്രിട്ടീഷ് ദിനപത്രമായ ഡെയിലി മെയിൽ നിരവധി പത്രപ്രവർത്തകരെയും പർവ്വതാരോഹകരെയും ഉൾപ്പെടുത്തി ഒരു കൂട്ടം പര്യവേഷക സംഘത്തെ യതിയെ കണ്ടെത്തുന്നതിനായി ഹിമാലയത്തിലേക്ക് അയച്ചു. ഇന്നത്തെ പണത്തിൻ്റെ മൂല്യമനുസരിച്ച് $1.35 മില്യൺ ചിലവഴിച്ചായിരുന്നു ആ പര്യവേഷണം. ഹിമാലയൻ പർവ്വതനിരകളിൽ പര്യവേഷണത്തിനായി എത്തിയ ആ സംഘത്തോട് പാങ്ബോച്ചെ മൊണോസ്ട്രിയിൽ യതിയുടെ തലയോട്ടിയുണ്ടെന്ന് പ്രദേശവാസികൾ അഭിപ്രായപ്പെട്ടു. അവർ ആ പാങ്ബോച്ചെ മൊണോസ്ട്രിയിൽ പോയി യതിയുടേതായി കരുതപ്പെടുന്ന ആ ജീവിയുടെ തലയോട്ടിയും അസ്ഥികളും കാണുകയും തലയോട്ടിയിൽ നിന്ന് മൊണോസ്ട്രി അധികൃതരുടെ അനുവാദത്തോടു കൂടി ഒരു മുടി സാമ്പിൾ ശേഖരിക്കുകയും ചെയ്തു. അത് വിദഗ്ധരുടെ വിശകലനത്തിനായി അയച്ചപ്പോൾ വ്യക്തമായി പറയാനാകാത്ത ഒരു അജ്ഞാത ജീവി വിഭാഗത്തിൻ്റെതായി കണ്ടെത്തി. അതേ തുടർന്ന് പ്രശസ്ത അമേരിക്കൻ എണ്ണ കമ്പനി ഉടമയും കോടീശ്വരനുമായ ടോം സ്ലിക്ക് യതിയെ തേടി പലതവണ പര്യവേഷണങ്ങൾ നടത്തി. 1957, 1958, 1959 എന്നീ വർഷങ്ങളിൽ അദ്ദേഹം അരുൺവാലി ഉൾപ്പെടെയുള്ള കിഴക്കൻ നേപ്പാളിലെ ഹിമാലയൻ താഴ്വരകളിൽ യതിയെ തിരഞ്ഞു. ആദ്യ പര്യവേഷണത്തിൽ അദ്ദേഹം 3 യതിയുടെ കാൽപ്പാടുകളും മുടിയിഴകളും കണ്ടു. രണ്ടാമത്തെ പര്യവേഷണത്തിൽ അദ്ദേഹം 4 മൊണോസ്ട്രികളിൽ പോയി യതിയുടേതെന്ന് പറയപ്പെടുന്ന 2 തലയോട്ടികളും മമ്മിഫിക്കേഷൻ ചെയ്ത കൈകളെയും കുറിച്ച് പഠിച്ചു. ഇതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഗവേഷണം മാസങ്ങളോളം നീണ്ടുനിന്നു. അമേരിക്കയിൽ തിരിച്ചെത്തിയ ശേഷം ടോം സ്ലിക്ക് പറഞ്ഞു, യതി 3 തരത്തിലുണ്ടായേക്കാം. ചിലത് അമാനുഷികവും മറ്റുള്ളവ യഥാർത്ഥവുമാണ്. എറിക് ഷിഫ്റ്റൻ്റെ ഫോട്ടോയെ അടിസ്ഥാനമാക്കിയുള്ള വിവരണവുമായി യഥാർത്ഥ യതിക്ക് ഒരുപാട് പൊരുത്തങ്ങളുള്ളതായി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പര്യവേഷണത്തിൽ കണ്ടെത്തിയ കണ്ടെത്തലുകൾ പുറം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വിമാനാപകടത്തിൽ ടോം സ്ലിക്ക് മരിച്ചു. പക്ഷേ യതി എന്ന വിചിത്ര ജീവിയെ കൂടുതൽ അറിയുന്നതിനും കണ്ടെത്തുന്നതിനുമായി വിദേശത്ത് നിന്ന് കൂടുതൽ ആളുകൾ യതിയെ അന്വേഷിച്ച് പര്യവേഷണത്തിനായി എത്തി. ഓരോ വർഷവും യതിയെക്കുറിച്ച് അറിയുവാനും കണ്ടെത്തുവാനും വരുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. ഇത് മനസ്സിലാക്കി 1959 അമേരിക്കയും നേപ്പാൾ സർക്കാരും സംയുക്തമായി ചേർന്ന് ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി. ആ നിയമത്തിൽ 3 പ്രധാന പോയിന്റുകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന്,
യതിയെ തിരയുന്നതിനായി ഇന്ത്യൻ രൂപയിൽ 5000 രൂപ വരുന്ന ഒരു എമൗണ്ട് റോയൽറ്റി ഫീസായി ഈടാക്കും. രണ്ടാമത്തേത്, യതിയെ ജീവനോടെ പിടിക്കാം, പക്ഷേ വേട്ടയാടുന്നത് നിരോധിച്ചു. യതി തിരിച്ചാക്രമിച്ചാൽ മാത്രം സ്വയം പ്രതിരോധത്തിനായി മാത്രമേ ഡിഫൻസ് ചെയ്യാൻ പാടുള്ളൂ. യതിയെ പിടിക്കുകയോ അല്ലെങ്കിൽ കണ്ടെത്തിയ ഇൻഫർമേഷൻസ് എല്ലാം നേപ്പാൾ സർക്കാരിന് സറണ്ടർ ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തേത്, യതിയെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ, ഫോട്ടോസ്, അവയെക്കുറിച്ച് പഠിച്ച എല്ലാം പത്രമാധ്യമങ്ങൾക്ക് കൈമാറുന്നതിന് മുമ്പ് നേപ്പാൾ സർക്കാരിൻ്റെ അനുമതി നിർബന്ധമാക്കി. യതിയെ കണ്ടെത്താൻ വരുന്നവർക്ക് ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും രസകരമായ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നേപ്പാൾ സർക്കാരിന് യതി എന്ന വിചിത്ര ജീവി ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലായിരുന്നു എന്നതാണ്. എന്നാൽ ഈ നിയമങ്ങൾ പാസാക്കിയതോടെ ആൾക്കാരുടെ മനസ്സിൽ യതിയെക്കുറിച്ചുള്ള ആകാംക്ഷ കൂടി. നിയന്ത്രണങ്ങൾ പാസാക്കിയ ശേഷവും നിരവധി പേർ നേപ്പാളിലേക്ക് പോയി നിരവധി പര്യവേഷണങ്ങൾ നടത്തി. എന്നാൽ പിന്നെ നടന്ന പല പര്യവേഷകരുടെ കണ്ടെത്തലുകളിലും അഭിപ്രായങ്ങളിലും ഹിമാലയത്തിലെ നേപ്പാൾ ടിബറ്റ് മേഖലകളിൽ കണ്ടുവരുന്ന പ്രത്യേക ഇനം മരക്കരടിയാകാം യതി എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്നാണ്. എന്നാൽ യതിയെ നേരിൽ കണ്ടു എന്ന് അവകാശപ്പെടുന്നവർ 2 കാലിൽ നടക്കുന്ന വലിയ കരടിയോടും മനുഷ്യനോടും സാമ്യമുള്ള മറ്റൊരു ജീവി എന്നാണ് അവകാശപ്പെടുന്നത്. എന്തൊക്കെയായാലും 2019 ഇന്ത്യൻ ആർമി യതിയുടേതായി കരുതപ്പെടുന്ന വലിയ കാൽപാദങ്ങളുടെ ചിത്രങ്ങൾ ഇന്ത്യൻ ആർമിയുടെ ഔദ്യോഗിക ട്വിറ്റർ പേജിൽ പോസ്റ്റ് ചെയ്തപ്പോൾ യതിയെക്കുറിച്ച് ധാരാളം ചർച്ചയായി. എന്നിരുന്നാലും അഡ്വാൻസ് ടെക്നോളജികളുള്ള സ്മാർട്ട് ഫോണുകളുടെ ഈ കാലത്ത് ടിബറ്റ്, നേപ്പാൾ, ഹിമാലയത്തിൽ വസിക്കുന്നവർക്ക് പോലും യതിയുടെ കാൽപ്പാടുകളല്ലാതെ യതിയുടെ നേരിട്ടുള്ള വീഡിയോകളോ ഫോട്ടോസുകളോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ യതിയെപ്പോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അവയുടെ ഒരു ഫോട്ടോയെങ്കിലും ലഭിക്കുമായിരുന്നില്ലേ എന്ന ചോദ്യങ്ങളും പലരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മതങ്ങളും വിശ്വാസങ്ങൾ പറഞ്ഞതും കുട്ടിക്കാലം മുതൽക്കേ കേട്ടുവളർന്ന യതിയുടെ അമാനുഷിക കഥകളും ഹിമക്കരടിയുടെ കാൽപ്പാടുകളെ യതിയായി വിശ്വസിച്ച് പോകുന്നതാകുമോ? അങ്ങനെയാണെങ്കിൽ പാങ്ബോച്ചെ മൊണോസ്ട്രിയിൽ യതിയുടെ അവശേഷിപ്പായി സൂക്ഷിക്കുന്നത് എന്താണ്? യതി ഉണ്ടോ ഇല്ലയോ എന്നതിന് വ്യക്തമായൊരു ഉത്തരം നൽകാൻ ഗവേഷകർക്കോ സയൻറ്റിസ്റ്റുകാർക്കോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. നാഷണൽ ജിയോഗ്രാഫിയുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഭൂമിയിൽ നിലനിൽക്കുന്ന ജന്തുജീവജാലങ്ങളിൽ വെറും 14% മാത്രമേ ശാസ്ത്രജ്ഞർക്ക് ഐഡൻറ്റിറ്റി ചെയ്ത് രേഖപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ്. ഇപ്പോൾ പോലും നമ്മുടെ ഭൂമിയിൽ ഓരോ വർഷവും നിരവധി പുതിയ ഇനം സസ്യങ്ങളും മൃഗങ്ങളും മത്സ്യങ്ങളും കണ്ടെത്തുന്നുണ്ട്. ഉദാഹരണത്തിന് 2020 മ്യാൻമറിലെ നിബിഡ വനത്തിനുള്ളിൽ ശാസ്ത്രജ്ഞർ ഒരു പുതിയ ഇനം കുരങ്ങിനെ കണ്ടെത്തി. പോപ്പ ലാഗൂർ എന്നാണ് ആ കുരങ്ങ് വിഭാഗത്തിന് പേരിട്ടിരിക്കുന്നത്. കണ്ണട വച്ചിരിക്കുന്നത് പോലെ കണ്ണിനു ചുറ്റും വെളുത്ത അടയാളങ്ങളുള്ളവയാണവ. രസകരമെന്തെന്ന് വെച്ചാൽ ഈ ഇനം കുരങ്ങുകൾ 1,00,000 വർഷങ്ങളായി നമ്മുടെ ഭൂമിയിൽ നിലവിലുണ്ട്. പക്ഷേ അവയെ കണ്ടെത്തിയത് 2020, അതായത് 5 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ പാപ്പലോഗൂൺ എന്ന് പറയുന്ന കുരങ്ങു വിഭാഗം വെറും 200 എണ്ണത്തിൽ താഴെ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. ആയതിനാൽ തന്നെ ഇവ വംശനാശ ഭീഷണി നേരിടുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതുപോലെ 2023 അങ്കോളയിലെ 2ാമത്തെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ കാലുകളില്ലാത്ത പാമ്പിനെ പോലെ തോന്നിപ്പിക്കുന്ന ഈ പുതിയ ഇനം പല്ലികളെ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഈ പല്ലികളെ സ്കിങ്സ് എന്നാണ് വിളിക്കുന്നത്. പാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി കൺപോളുകൾ ചലിപ്പിക്കുവാൻ ഇവയ്ക്ക് കഴിയും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ കടലിലും ഓരോ വർഷവും 100 കണക്കിന് പുതിയ പുതിയ ജീവികൾ പുതുതായി കണ്ടെത്തുന്നു. യതിയുടെ കാര്യത്തിലും അത്തരം ശാസ്ത്രജ്ഞർ കണ്ടെത്താൻ വിട്ടുപോയ ഏതെങ്കിലും ജീവികൾ, അല്ലെങ്കിൽ ജിഗേന്ത പിത്തേക്കസ്. 10 അടി ഉയരമുള്ള ഈ മൃഗം യതിയെ കണ്ടു എന്ന് പറയുന്നവർ അഭിപ്രായപ്പെടുന്നത് പോലെ തന്നെ 2 കാലിൽ നടക്കുവാൻ കഴിയുന്നു. ഈ ജിഗേന്ത പിത്താക്കസ് 20 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇത് ജീവിച്ചിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. അതിശയകരമായ മറ്റൊരു സംഭവം എന്തെന്ന് വെച്ചാൽ ഈ ജിഗേന്ത പിത്തേക്കസിൻ്റെ ഫോസിലുകൾ ഹിമാലയൻ പർവ്വതങ്ങൾക്കരികിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ വംശനാശം സംഭവിച്ചു പോയ ജിഗാന്ത പിത്തേക്കസ് എന്ന ഈ ജീവിയുടെ രൂപസാദൃശ്യങ്ങളാണ് യതിയെ കണ്ടു എന്ന് പറയുന്നവരും അഭിപ്രായപ്പെടുന്നത്. മാത്രവുമല്ല, യതിയുടെ കാൽപ്പാടുകൾ പാങ്ബോച്ചെ മൊണോസ്ട്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന യതിയുടേതായി കരുതപ്പെടുന്ന ശരീരാവശിഷ്ടങ്ങൾ, ഇവയെല്ലാം 2 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ വംശനാശം സംഭവിച്ചു പോയ ജിഗാന്ത പിത്തേക്കസ് എന്ന ജീവിയുമായി വളരെയധികം സാമ്യമുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു? 2 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ വംശനാശം സംഭവിച്ചു പോയ ജീവികളുമായി സാദൃശ്യമുള്ള ഈ ജീവിവർഗം ഇപ്പോഴും ഹിമാലയങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ടോ?
എന്തായാലും ജിഗാന്താപിത്താക്കസ് എന്ന ജീവിവർഗം ഇപ്പോൾ നിലവിൽ ജീവിച്ചിരിപ്പില്ല. അവയെല്ലാം 2 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ തന്നെ വംശനാശം സംഭവിച്ചുപോയി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കാണപ്പെടുന്ന അസാമാന്യ വലിപ്പമുള്ള കാൽപ്പാടുകൾ എന്തിൻ്റെയായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ചിന്തിക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ച് യതിയുടെ ചുഴലഴിയാത്ത രഹസ്യങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.